ലോകത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തം 1977 സ്പെയിനിലെ ടെനീറൈഫ് എയർപോർട്ടിലുണ്ടായ വിമാന ദുരന്തമാണ്. 583 പേരാണ് അന്ന് മരണപ്പെട്ടത്. സമാനമായ ഒരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ ആ ദുരന്തവും. നമ്മുടെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം. രാജ്യം മാത്രമല്ല, ലോകം തന്നെ നടുങ്ങിപ്പോയ ഒരു വിമാന ദുരന്തം. അതീവ ദുഃഖകരം എന്ന് മാത്രമേ പറയുവാനാവുകയുള്ളൂ. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ഉറ്റവരുടെയും ഉടയവരുടെയും എല്ലാം ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ദുരന്തത്തെക്കുറിച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ പ്രവചിച്ച ഒരു ഇന്ത്യൻ ജ്യോതിഷിയുണ്ട്. ആ പ്രവചനത്തെക്കുറിച്ചും ആ ജ്യോതിഷിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോ. വളരെ പ്രശസ്തയായ ഒരു ജ്യോതിഷിയാണ് ശ്രീമതി അസ്ട്രോ ശർമിസ്ത. അവർ നടത്തിയ ഈ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള പ്രവചനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ സംവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ശ്രീമതി ശർമിസ്ത. 46 വയസ്സാണ് പ്രായം. ജ്യോതിഷത്തോടുള്ള അടങ്ങാത്ത അദമ്യമായ ആഗ്രഹം കൊണ്ട് അവർ ആ മഹാസാഗരത്തിലേക്ക് എടുത്തു ചാടി എന്നാണ് അവർ തന്നെ പറയുന്നത്. ചെറുപ്രായത്തിൽ തന്നെ നിരവധി അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് അവർ നടത്തിയിട്ടുണ്ട്. പലതും ശരിയായിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അഹമ്മദാബാദ് ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് ശ്രീമതി ശർമിസ്ത എക്സിൽ പങ്കുവെച്ച അവരുടെ ഒരു പോസ്റ്റിന് താഴെ അവർ തന്നെ പങ്കുവെച്ച അവരുടെ 2025 ജൂൺ 5-ാം തീയതിയിലെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ് ദാറ്റ് വി ലോസ്റ്റ് so many lives in Air India crash in Ahmedabad today. Jupiter is yet to enter Ardra and India's Mars Mahadasha is yet to begin. Yet so much has already started. So many tagging, so many artists. I am unable to reply to everyone. Apologies for that. ഇതായിരുന്നു അവർ ഇട്ട ആ കണ്ടോളൻസ് മെസ്സേജ്. അതിന് താഴെ അവർ തന്നെ അവരുടെ 5-ാം തീയതിയിലെ പോസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: Tata will make Rafale fuselage in Hyderabad. This is just aviation expansion. ISRO will surprise the world in space and satellite engineering, space tourism in coming 2 years. Predicted this last year via Nakshatra transit. I am still holding high the prediction of plane crash and destruction in aviation in 2025. റഫാലിൻ്റെ ഫ്യൂസലേജ് ടാറ്റ ഹൈദരാബാദിൽ ഉണ്ടാക്കും. ഫ്യൂസലേജ് എന്നാൽ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ ബോഡിയാണ്. ഇത് വ്യോമയാനത്തിലെ ഒരു വികസനം മാത്രമാണ്. വരുന്ന 2 വർഷങ്ങളിൽ ISRO സ്പേസ് ആൻഡ് സാറ്റലൈറ്റ് എഞ്ചിനീയറിംഗിലും സ്പേസ് ടൂറിസത്തിലും ലോകത്തെ അത്ഭുതപ്പെടുത്തും. നക്ഷത്രങ്ങളുടെ സഞ്ചാരം അടിസ്ഥാനമാക്കി ഇത് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പ്രവചിച്ചിരുന്നതാണ്. ഞാൻ ഇപ്പോഴും 2025 വിമാനാപകടവും വ്യോമയാനത്തിലുണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളും എന്ന എൻ്റെ പ്രവചനത്തെ അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നു. ഇതായിരുന്നു അവർ പറഞ്ഞിരുന്ന ആ ഒരു ട്വീറ്റ്. ഈ ഒരു ട്വീറ്റ് ജൂൺ 5-നാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോഴും 2025 വിമാനാപകടവും വ്യോമയാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളും എന്ന എൻ്റെ പ്രവചനത്തെ അങ്ങനെ തന്നെ മുറുകെ പിടിക്കുന്നു എന്നവർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ വിമാനാപകടവും വ്യോമയാനത്തിലെ നാശനഷ്ടങ്ങളും അവർ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ് എന്ന ഒരു അർത്ഥം കൂടിയുണ്ടല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ജൂൺ 5-ന് അവർ പോസ്റ്റ് ചെയ്ത ട്വീറ്റിൻ്റെ താഴെ 2024 ഡിസംബർ 29-ാം തീയതി അവർ ചെയ്ത മറ്റൊരു ട്വീറ്റ് കൂടി അവർ തന്നെ ഷെയർ ചെയ്തിരുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: ഏവിയേഷൻ സെക്ടർ വിൽ ഡു ബെറ്റർ ഇൻ 2025. ഓൾസോ പ്ലെയിൻ ക്രാഷ് ഹെഡ്ലൈൻസ് മേ ഗീവ് us ഷോക്ക്. Predicted this 2 months back. Check the tweet below. Already a bit betterment in aviation sector started when Jupiter will be in Gemini part of Margashira and Ardra with the speed of approximate 6.5 degree per month. Aviation will flourish, but safety and security will be missing. Aviation 2025 കൂടുതൽ നന്നാകും. അതേപോലെ വിമാനാപകടങ്ങളുടെ ഹെഡ്ലൈൻസ് നമുക്ക് ഞെട്ടലുണ്ടാക്കും. ഇത് ഞാൻ 2 മാസം മുൻപ് പ്രഡിക്റ്റ് ചെയ്തിരുന്നതാണ്. എൻ്റെ മുൻപത്തെ ട്വീറ്റ് കാണുക. ഏവിയേഷൻ നന്നായി പുരോഗമിക്കും, പക്ഷേ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉണ്ടാകില്ല. ഇതായിരുന്നു അവരുടെ ആ പ്രവചനം. ഇത് ഡിസംബർ 29-ാം തീയതി വന്ന ട്വീറ്റാണ്. ഡിസംബർ 29, 2024-ലാണ് ജെജു എയറിൻ്റെ ഫ്ലൈറ്റ് 2216 സൗത്ത് കൊറിയയിലെ മ്യുവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്.
ആ അപകടത്തിൽ 175 യാത്രക്കാരും 4 ക്രൂ മെമ്പേഴ്സും മരണത്തിന് കീഴടങ്ങി. എന്നാൽ 2024 ഒക്ടോബറിൽ തന്നെ അവർ ഹെഡ്ലൈൻസ് ഹിറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള മേജർ എയർ ക്രാഷ് പ്രവചിച്ചിരുന്നു. അത് 2024 ഡിസംബർ 29 യാഥാർത്ഥ്യമായി എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുമ്പോഴാണ് അന്ന് തന്നെ അവർ പറയുന്നത് ഏവിയേഷൻ രംഗത്ത് പക്ഷേ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉണ്ടാകില്ല എന്ന്. ഒക്ടോബറിലെ ആ പ്രവചനത്തിന് ശേഷം ജെജു എയറിൻ്റെ ഫ്ലൈറ്റ് 2216 കൂടാതെ അസർബൈജാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 8243 ഡിസംബർ 25 ക്രാഷ് ചെയ്യുകയും 38 പേരെ മരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ ജൂൺ 5 അവർ ചെയ്ത പോസ്റ്റിൽ അവർ വീണ്ടും പറയുന്നു, ഐ ആം സ്റ്റിൽ ഹോൾഡിംഗ് ഹൈ ദ പ്രഡിക്ഷൻ ഓഫ് പ്ലെയിൻ ക്രാഷ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഇൻ ഏവിയേഷൻ ഇൻ 2025. ഞാൻ ഇപ്പോഴും 2025 വിമാനാപകടവും വ്യോമയാനത്തിലുണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളും എന്ന എൻ്റെ പ്രവചനത്തെ അങ്ങനെ തന്നെ മുറുകെ പിടിക്കുന്നു എന്ന്. അർത്ഥം ജെജു എയറിൻ്റെ ഫ്ലൈറ്റ് 2216 അപകടം മാത്രമല്ല, വരാൻ പോകുന്ന മറ്റൊരു വലിയ അപകടം കൂടി അവർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അവർ പ്രവചിച്ച ആ വിമാനാപകടം ഇത് തന്നെ ആയിരുന്നു എന്നറിയില്ല. ഇനിയും ആ പ്രവചനം അവർ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. എന്നാൽ ജൂൺ 12 ഇവരുടെ ട്വീറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. അതുപോലെ ഇന്ത്യയുടെ ചൊവ്വ മഹാദശ ഇനിയും ആരംഭിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഡിസാസ്റ്റേഴ്സ് ഇനിയും ഉണ്ടാകും എന്നാണോ അവർ ഉദ്ദേശിച്ചത്? ഇവരുടെ പോസ്റ്റിനു താഴെ ശർമിസ്തയെ പുകഴ്ത്തി അവരെ വിമർശിച്ചും നിരവധി പോസ്റ്റുകൾ വന്നു. കുൽദീപ് സിംഗ് സൈനി എന്നൊരാൾ പറയുന്നു, വിത്ത് ഡ്യൂ റെസ്പെക്ട്, people have lost their lives in a tragic plane crash and you are using it to make astrological predictions. This is not the time for celestial commentary. It is a time for empathy, accountability and action. Please show some sensitivity. Lives matter more than planetary alignments. ഇതിന് താഴെ ലേഡി ഖബരി എന്നൊരാൾ ശർമിസ്തയെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ട്രൂത്ത് റിമൈൻസ് ദ ട്രൂത്ത്. Astrology is about future events which are bound to happen. Astrologers cannot change the future. This is not celestial commentary. നവീൻ എന്നൊരാൾ മറ്റൊരു ട്വീറ്റിൽ പറയുന്നു, വാട്ട് നോൺസെൻസ് ആർ യു ഈവൻ സെയിങ്? നോ വണ്ടർ പീപ്പിൾ ദീസ് ഡേയ്സ് കോൾ അസ്ട്രോളജേഴ്സ് വൾച്ചേഴ്സ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ശർമിസ്തയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ട്വീറ്റുകളാണ് അന്ന് വന്നത്. ചിലരൊക്കെ അവരുടെ ബേസിക് ലോജിക്കിനെ തന്നെ ചോദ്യം ചെയ്തു. Did you predict the AI-171 crash based on planets? So all 250 victims had the same Kundali and planetary placements? Astrology isn't destiny. It is a distraction. Disasters aren't written in stars. They are tragedies we must learn from, not exploit. നിങ്ങൾ AI-171 ക്രാഷ് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണോ പ്രവചിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ മരിച്ച 250 പേരുടെയും കുണ്ഡലിയും ഗ്രഹനിലയും ഒരേപോലെ ആയിരുന്നു. അസ്ട്രോളജി ഡെസ്റ്റിനി അല്ല, മറിച്ച് അതൊരു ഡിസ്ട്രാക്ഷനാണ്. ഏതൊരു ജ്യോതിഷിയും സാധാരണ കാർഡടച്ച് വെടിവെക്കുന്നത് പോലെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു മേജർ എയർ ക്രാഷ് ഉണ്ടാകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും ഭൂമി ഉലുക്കവും ഒക്കെ സംഭവിക്കും എന്നൊക്കെ പ്രവചിക്കുന്നത് അത്ര അസാധാരണമൊന്നുമല്ല. വിമാനാപകടങ്ങൾ അത്ര സാധാരണമൊന്നുമല്ലെങ്കിലും ഒരു വർഷം വലുതോ അല്ലെങ്കിൽ ചെറുതോ ആയ ഒരു അപകടമെങ്കിലും ഉണ്ടാകാറുണ്ട്. അങ്ങനെ അത് ശരിയായി എന്ന് കരുതാം. എന്നാൽ പലപ്പോഴും ഒന്നും ഉണ്ടായി എന്നും വരില്ല. ആ സമയത്തൊക്കെ ആരും ഈ ജ്യോതിഷിയുടെ പ്രവചനങ്ങൾ തപ്പിപ്പോകാറുമില്ല. ഒത്താലൊത്തു എന്ന മട്ടിൽ ഇതൊക്കെ പ്രവചിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷേ ഇവിടെ ശർമിസ്തയുടെ പ്രവചനം ഡിസംബർ 29 ജെജു എയറിൻ്റെ ഫ്ലൈറ്റ് 2216 അപകടവും ഡിസംബർ 25 ഉണ്ടായ അസർബൈജാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 8243 അപകടത്തിന് ശേഷവും വീണ്ടും 2025 ജൂൺ 5 അവർ ഐ ആം സ്റ്റിൽ ഹോൾഡിംഗ് ഹൈ ദ പ്രഡിക്ഷൻ ഓഫ് പ്ലെയിൻ ക്രാഷ് എന്ന് പറയുമ്പോഴാണ് ഈ പ്രവചനത്തിന് വിശ്വാസ്യത വരുന്നത്. ശർമിസ്തയുടെ പ്രവചനം അത് ശരിയായി വന്നുവോ? അങ്ങനെ വേണം കരുതുവാൻ. അവരുടെ പ്ലെയിൻ ക്രാഷിനെ കുറിച്ചുള്ള പ്രവചനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അറിയില്ല. ഞാനൊരു അസ്ട്രോളജിയുടെ ആരാധകനൊന്നുമല്ല. എന്നാൽ പലപ്പോഴും ചിലരെങ്കിലും പറയുന്നത് ശരിയായി വന്നിട്ടുണ്ട് എന്നത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും കാണുന്ന ഒട്ടേറെ ജ്യോത്സ്യന്മാർ പണം ഉണ്ടാക്കാനായിട്ടാണ് വീഡിയോ ഇടുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വലിയ ഒരു ദുരന്തം ഉണ്ടാകുകയും അത് ഒരാൾ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നതും പ്രേക്ഷകരെ അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.